വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന റവ കൊണ്ടുള്ളൊരു ഹൽവയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതിയാവും ഈ ഒരു മധുരം തയ്യാറാക്കിയെടുക്കാനായിട്ട്. വെറും 5 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. മധുരപ്രേമികളുടെ ഇഷ്ടപ്പെട്ട വിഭവമായിരിക്കും ഇത്. ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. ഒരു കടായി വെച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കാഷ്യൂ നട്ട്സ് ഇതിൽ ചേർത്തിട്ട് നമുക്കിതിന് നല്ല ഗോൾഡൻ കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉണക്കമുന്തിരി കൂടെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. തീ അല്പം കുറച്ച് വെച്ച ശേഷം നമുക്ക് അതിലേക്ക് 100 ml അളവുള്ള ഒരു കപ്പിൽ 1 ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം. സാധാരണ ബോംബെ റവയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവയില്ലേ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. റവ കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് റവൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നവരെ ഇതിനെ വറുത്തെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കുന്നത് ഒരു പഴമാണ് കേട്ടോ. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഒരു റോബസ്റ്റ പഴമാണ്. ഇതിന് ഒരു പ്രത്യേക മണവും രുചിയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ പഴം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള പഴം ചേർത്ത് കൊടുത്തോളൂ. പഴവും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പഴമൊക്കെ ഒന്ന് മെൽട്ടായി വരും. ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി. അത് റവയായിട്ടങ്ങ് അലിഞ്ഞു ചേർന്നോളൂ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ഗ്ലാസ് പാലാണ്. ഏത് ഗ്ലാസ് കൊണ്ടാണോ റവ എടുത്തിട്ടുള്ളത് അതേ ഗ്ലാസ് കൊണ്ട് 2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കണം. 1 ഗ്ലാസ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 തുള്ളി യെല്ലോ ഫുഡ് കളർ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലെല്ലാം ഇവിടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. റവയും ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം അടപ്പ് കൊണ്ട് അടച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഒരു മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് ഗ്ലാസ് കൊണ്ടാണോ റവ എടുത്ത് അതേ ഗ്ലാസ് കൊണ്ട് 1 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാട്ടോ. അങ്ങനെ പഞ്ചസാരയും റവയും പാലും പഴവും എല്ലാം കൂടി ചേർത്ത നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. പഞ്ചസാരയൊക്കെ അലിഞ്ഞു വരുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് മെൽട്ടായി കിട്ടും. കണ്ടോ, ഇത് അല്പം ലൂസായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്കിതിലേക്ക് ഏലക്ക പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇതിൻ്റെ മേലെ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അടപ്പ് കൊണ്ട് അടച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇതാ നമ്മളുടെ റവ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. ഇഷ്ടമുള്ള പ്ലേറ്റിൽ നമുക്ക് സെർവ് ചെയ്യാം. എപ്പോൾ മധുരം കഴിക്കാൻ തോന്നുമ്പോഴും അപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ റെസിപ്പി അല്ലേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്